നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അയാൾ പറയുന്നത് ഞാൻ കേട്ടു. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അയാൾ പരിധി വിട്ടിട്ടുണ്ട്. ഇത് അംഗീകരിക്കാൻ പറ്റില്ല. സാബി അലോൺസോ കളിക്ക് ശേഷം ഡിയേഗോ സിമയോണിയെക്കുറിച്ച് പറയുകയാണ്. വിനി ജൂനിയറോട് സംസാരിച്ചതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. എന്താ ഉണ്ടായത്? വിനി ജൂനിയറോട് കളിക്കിടയിൽ എന്തൊക്കെയോ പറയുന്നു ഡിയേഗോ സിമയോണി. ഒരു കാര്യവും അയാൾക്കത് ചെയ്യേണ്ടതില്ല. അയാളുടെ കളിക്കാരനോടാണ് അയാൾ സംസാരിക്കേണ്ടത്, അതല്ല അയാൾ ചെയ്യുന്നത്. അയാളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വിനി ജൂനിയറെ. വിനിയെ സബ് ചെയ്യുന്ന സമയത്തും എന്തൊക്കെയോ കാണിക്കുന്നു പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതോടുകൂടി വിനി അതിനുശേഷം അങ്ങ് കയർത്ത് അങ്ങോട്ട് പോകുന്നു, ആകെ പ്രശ്നമാകുന്നു. ഇങ്ങനെയൊക്കെ ആകെ ഒരു ക്യായോസ് ആയിട്ട് പോകുന്നു. അതിൽ സാബി അലോൺസോയും ഇടപെട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് ഈ പറഞ്ഞത് എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ സാബി അലോൺസോ കളിക്ക് ശേഷം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് സിമയോണി വിനിയോട് പറഞ്ഞത് എന്ന്. എനിക്കത് പിടിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ഒരു പരിധിയുണ്ട്, അത് ക്രോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ കോച്ചാണ് എന്ന് കൃത്യമായിട്ട് കളിക്ക് ശേഷം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് സിമയോണി വിനിയോട് ഇങ്ങനെ പറഞ്ഞത്? വിനി പ്രകോപിതനാവാൻ കാരണമെന്ത്? സാബി അലോൺസോ പ്രകോപിതനാവാൻ കാരണമെന്ത്? അപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അതായത് കളിക്കിടയിൽ വിനി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡിയേഗോ സിമിയോണി. എതിർ ടീമിൻ്റെ കളിക്കാരനല്ല, എതിർ ടീമിൻ്റെ കോച്ച്. പറയുന്നത് എന്താ അറിയോ? വിനി ഫ്ലോറന്റീനോ പെരസ് നിന്നെ റയലിൽ നിന്ന് പുറത്താക്കും. ഞാൻ പറയുന്നത് നീ ഓർത്തു വെച്ചോ, നിന്നെ റയലിൽ നിന്ന് പുറത്താക്കാൻ പോവുകയാണ്. കളിക്കിടയിൽ പറയാണ് എതിർ ടീമിൻ്റെ കളിക്കാരനോട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താണ്, അദ്ദേഹത്തെ സബ് ചെയ്യുന്ന സമയത്ത് കേക്കു നിന്നെ കൂവുന്നുണ്ട്, നിന്നെ ആളുകൾ കൂവുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ്. ഒരു കാര്യമില്ലാതെ എതിർ ടീമിൻ്റെ കളിക്കാരനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പുള്ളത് ഇനി പ്രകോപിപ്പിച്ച് അതൊക്കെ പ്രൊവോക്കേഷൻ തന്ത്രമല്ലേ എന്ന് പറയാൻ ആളുണ്ടാവും. അതൊക്കെ ഓക്കെ, നിങ്ങൾക്ക് കളി ജയിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഈ കയറി പോകുന്ന ആളോട് എന്താണ് പറയുന്നത്? അത് പ്രൊവോക്കേഷൻ തന്ത്രമൊന്നുമല്ല. കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇയാളുടെ ഉള്ളിലുള്ള ആ സംസ്കാരം പുറത്തു വന്നത്. ഇയാളുടെ കളിയുടെ കാലത്തെ സംസ്കാരം അന്ന് കളി കണ്ടവരുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. ഇപ്പോഴത്തെ ആളുകളല്ല. ഇപ്പോൾ മിനിയാന്ന് ഈ ഫാൻസ് ആയവരോട് പറയുന്നതല്ല. 98 വേൾഡ് കപ്പിൽ സംഭവിച്ചതൊക്കെ എനിക്ക് ഓർമ്മയില്ലേ? ഞാൻ പറയാം അത്. ഏതായാലും സാബി അലോൺസോ ആ സമയത്ത് തന്നെ ഉടനെ അവിടെ വന്ന് പറയുന്നുണ്ട് ഇയാളോട്, സിമയോണിയോട്, നീ നിന്റെ കളിക്കാരെ ഫോക്കസ് ചെയ്തോ. എന്നിട്ട് എഫ് വേർഡും കൂടി പറഞ്ഞുകൊണ്ട് തെറി പറയുന്നത്. അപ്പോൾ കോക്കെ വരുന്നുണ്ട്. അപ്പോൾ കോക്കയോട് പറയുന്നത് അയാൾക്ക് സംസാരിക്കേണ്ട കാര്യമില്ല, എന്തിനാണ് എൻ്റെ കളിക്കാരോട് അയാൾ സംസാരിക്കുന്നതെന്ന് കോക്കയോട് സാബി അലോൺസോ ദേഷ്യപ്പെട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ മാസ് എന്ന രൂപത്തിൽ കാണിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് വേറെ പ്രശ്നമാണ്. കാരണം ഇപ്പുറത്ത് വിനി ആയതുകൊണ്ട് ഉണ്ടാകുന്ന ചില പ്രശ്നമാണ്. ഇനി കളിക്ക് ശേഷം മാധ്യമങ്ങൾ ഇത് ചോദിച്ചു, സ്വാഭാവികമാണല്ലോ. അപ്പോൾ സിമിയോണി പറഞ്ഞു തന്നാന്ന് കേൾക്കണം. ഈ വലിയ സംഭവമായിട്ടുള്ള സിമിയോണി പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ പറഞ്ഞതെന്ന്, എനിക്ക് മെമ്മറി കുറച്ച് പ്രശ്നമുണ്ട്. എന്നിട്ട് പിന്നെ ആൾ പറയുകയാണ്, കളിക്കളത്തിൽ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അത് അവിടെ നിന്നോട്ടെ, കളിക്കപ്പുറത്തേക്ക് ഞാൻ അതിനെ കൊണ്ടുപോകുന്നില്ല. എനിക്ക് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിനോടൊക്കെ വലിയ ബഹുമാനമാണ് എന്ന്. അപ്പോൾ ഇയാൾ ഇത് എല്ലാ പരിപാടി ഇതിങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ആദ്യം ഇത് ചെയ്യും, പിന്നെ ഇങ്ങനെ വന്ന് പറയും. ഇയാൾക്ക് മുമ്പ് ക്രിസ്ത്യാനോയുടെ കയ്യിൽ നിന്ന് കിട്ടിയത് നമ്മൾ കണ്ടതാണ്. അതുപോലെ 98 വേൾഡ് കപ്പിൽ എനിക്ക് ഓർമ്മയുണ്ടാവും, അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരത്തിൻ്റെ സമയത്ത് ഡേവിഡ് ബെക്കാം നിലത്ത് വീണ് കിടക്കുന്നു. സിമിയോണി അടുത്ത് നിൽക്കുമ്പോൾ ബെക്കാമിൻ്റെ കാല് പൊങ്ങുന്നുണ്ട്, ദേഹത്ത് കൊണ്ടിട്ടേയില്ല, എന്നിട്ട് തന്നെ ചവിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ് ഓസ്കാർ ലെവൽ അഭിനയമൊക്കെ നടത്തി. അന്ന് പിന്നെ ഈ പരിപാടി ഇല്ലല്ലോ, ഏത് വാർ മോണിറ്റർ, പിച്ച് സൈഡ് മോണിറ്ററിൽ പോയിട്ട് നോക്കുന്ന പരിപാടിയില്ലാത്തതുകൊണ്ട് റെഫറി എടുത്ത് ബെക്കാമിന് റെഡ് കാർഡ് കൊടുത്ത് പറഞ്ഞു വിട്ടു. പിന്നെ കാലങ്ങൾക്ക് ശേഷം ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഇന്റർ മിലാൻ മത്സരത്തിനിടയ്ക്ക് ഈ ചെങ്ങായി പറയാണ്, അന്ന് എന്നെ ചവിട്ടിയിട്ടൊന്നുമില്ല, ഞാൻ അഭിനയിച്ചതാണ്, ബെക്കാമിനോട് മാപ്പ് പറയുകയാണെന്ന്. അപ്പോൾ ഇതാണ് ഇയാൾ. അപ്പോൾ ഇയാളത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് അയാളുടെ സ്വഭാവമാണ്, അയാളത് തുടരും, സംശയമൊന്നുമില്ല. പക്ഷേ സാബി അലോൺസോ എന്ന മാനേജറെയാണ് നമ്മളിവിടെ കൈയടിക്കേണ്ടത്. അയാൾ കൃത്യമായിട്ട് മാധ്യമങ്ങളോടും പറഞ്ഞു, ഇത് ശരിയല്ല, പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ലിമിറ്റ് ക്രോസ് ചെയ്യുന്നതാണെന്ന്. പിന്നെ ആ സമയത്ത് തന്നെ സാബി അലോൺസോ പ്രതികരിക്കുകയും ചെയ്തു. സോ അതാണ് സാബിയുടെ ഒരു ക്വാളിറ്റി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.